നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 25 വ്യാഴാഴ്ചയാണ്. ഇന്നലെ ഇന്ത്യൻ വിപണി വീണ്ടും ഇടിയുകയാണ് ഉണ്ടായത്. 112 പോയിന്റ്സാണ് നിഫ്റ്റി ഇടിഞ്ഞത്. കൂടാതെ നിഫ്റ്റി ബാങ്ക് 0.7% ഇടിഞ്ഞപ്പോൾ മിഡ് ക്യാപ്പാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. 0.98% ഇടിഞ്ഞു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സംബന്ധിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ GST 2.0 നടപ്പിലാക്കുന്നതിൻ്റെ ആദ്യ 3 ദിനങ്ങളിൽ ക്രെഡിറ്റ് കാർഡിന്റെ ചിലവുകളിൽ 5 മടങ്ങിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണയുള്ള 5000 മുതൽ 6000 കോടിയിൽ നിന്ന് ദിവസേനയുള്ള ശരാശരി ചെലവ് 20,000 മുതൽ 25,000 കോടി രൂപയായി ഉയർന്നു. ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ നോക്കുകയാണെങ്കിൽ ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയവയ്ക്ക് ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു വാർത്തയുള്ളത് ഫോൺപേയുടെ IPOയുമായി ബന്ധപ്പെട്ടതാണ്. വാൾമാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫോൺപേ സെബിയിൽ IPO ഫയൽ ചെയ്തു. ഓഫർ ഫോർ സെയിൽ വഴി ഏകദേശം 12,000 കോടി സമാഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു മുഖ്യമായിട്ടുള്ള വാർത്ത കൂടി ഇന്ന് ഫോക്കസിൽ ഉണ്ടായിരിക്കുക. ചൈനയെയും കൊറിയയെയും ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ 70,000 കോടി രൂപയുടെ കപ്പൽ നിർമ്മാണ പദ്ധതി മന്ത്രിസഭ അംഗീകാരം നൽകി. ധാരാളം കമ്പനികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ആ കമ്പനികളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ പറയുന്നുണ്ട്. അടുത്തതായി US മാർക്കറ്റുകളിലേക്ക്. US പ്രധാനപ്പെട്ട സൂചികകളെല്ലാം ഇന്നലെയും ഇടിയുകയുണ്ടായി. തുടർച്ചയായ 2ാമത്തെ ദിവസമാണ് ഇടിയുന്നത്. AI വ്യവസായത്തിലെ അപകട സാധ്യതകളെക്കുറിച്ച് നിക്ഷേപകർ ആശങ്കാകുലരായതിനാൽ എൻവിദിയ, ഒറാക്കിൾ, മൈക്രോൺ തുടങ്ങിയ വലിയ AI അനുബന്ധ ഓഹരികൾ ഇടിഞ്ഞു. ചൊവ്വാഴ്ചയാണ് ഫെഡ് ചെയർ ജെറോം പവലിന്റെ ഒരു പ്രസ്താവന പുറത്തു വരുന്നത്. അതാണ് ഇന്നലെയും ഇന്നും വിപണി ഇടിയാൻ കാരണമായത്. തൊഴിൽ വിപണി മന്ദഗതിയിലാണെന്നും ഇപ്പോൾ പണപ്പെരുപ്പത്തേക്കാൾ വലിയ ആശങ്കയാണെന്നും ഫെഡ് ചെയർ ജെറോം പവൽ പറയുകയുണ്ടായി. ഇനിയും US മാർക്കറ്റുകളിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമോ ഈ വർഷം എന്നത് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇനി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ ടെക്സൈഡിൽ ഇൻഫോസിസ് 0.89% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.37% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 1.2% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.58% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി 0.48% ഇടിഞ്ഞും ക്ലോസ് ചെയ്തു. യൂറോപ്യൻ വിപണികളിലേക്ക്. ഇന്നലെയും യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഉക്രൈനിലെ സംഘർഷത്തെക്കുറിച്ചുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ അഭിപ്രായങ്ങൾ പ്രതിരോധ ഓഹരികൾക്ക് ഉത്തേജനം നൽകിയെങ്കിലും ബുധനാഴ്ച യൂറോപ്യൻ വിപണികൾ ഇടിയുകയുണ്ടായി. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $1,13,000 ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡിൽ ഇന്നലെ 0.5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 84,600 രൂപയാണ്. ഓയിൽ പ്രൈസുകളിലേക്ക്. ഇറാഖ്, വെനിസ്വേല, റഷ്യ എന്നിവിടങ്ങളിലെ കയറ്റുമതി പ്രശ്നങ്ങൾക്കിടയിൽ US പ്രതിരോധ ക്രൂഡ് ഓയിൽ ഇൻവെന്ററികളിലെ അപ്രതീക്ഷിത ഇടിവ് വിപണിയിൽ ഒരു സപ്ലൈയുടെ അൺസർട്ടൈനിറ്റി ഉണ്ടാക്കുമോ എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നലെ ഓയിൽ പ്രൈസുകൾ 2%-ലധികം ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. $69.18 പെർ ബാരൽ എന്ന നിലയിൽ 0.06% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ട്രേഡ് ചെയ്യുന്നത് 64.80 എന്ന നിലയിൽ 0.29% ഇടിവിലാണുള്ളത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 55% ഡിസ്കൗണ്ടോടുകൂടി 3 മാസത്തേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് 1,299 എന്ന നല്ലൊരു ഓഫർ പ്രൈസാണ് ഇപ്പോൾ ഉള്ളത്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. തൊട്ടുമുകൾ നമ്മളിവിടെ ഒരു വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വാർത്തയെക്കുറിച്ചാണ്. ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ സമുദ്ര ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി 69,725 കോടി രൂപയുടെ പാക്കേജ് മന്ത്രിസഭ അംഗീകാരം നൽകി. വലിയ കപ്പലുകൾക്കായി ചൈന, ദക്ഷിണ കൊറിയ എന്നിവയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. കപ്പൽ നിർമ്മാണ സാമ്പത്തിക സഹായ പദ്ധതി 2036 വരെ നീട്ടി. 24,736 കോടി രൂപയാണ് മൂലധനം. കപ്പൽ നിർമ്മാണ ക്രെഡിറ്റ് നോട്ട് 4,001 കോടി രൂപയാണ് വിഹിതമായി വന്നിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഷിപ്പിംഗ് സെഗ്മെന്റിലുള്ള കമ്പനികൾ ഫോക്കസിലുണ്ടായിരിക്കും. പ്രത്യേകിച്ച് കൊച്ചിൻ ഷിപ്പ്യാർഡ്, മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് തുടങ്ങിയവ. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ലൂപ്പിൻ ലിമിറ്റഡ്. നാഗ്പൂരിൽ നിർമ്മിച്ച ജനറിക് HIV മരുന്നിന് ബിക്ടെഗ്രാവിൻ താൽക്കാലിക US FDA അംഗീകാരം ലഭിച്ചു. 25 കിലോഗ്രാമിൽ കൂടുതലുള്ള മുതിർന്നവർക്കും കുട്ടികൾക്കും ഇത് ഉപയോഗിക്കാം. അടുത്ത പോളിക്യാബ് ഇന്ത്യ എന്ന കമ്പനിയാണ്. പ്രൊമോട്ടർമാർ ഒരു ബ്ലോക്ക് ഡീൽ വഴി 0.81% വരെ ഓഹരികൾ വിൽക്കും. ഏകദേശം 888 കോടി രൂപ വിലമതിക്കും. അടുത്തത് ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിയാണ്.
കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ഗ്ലെൻമാർക്ക് സ്പെഷ്യാലിറ്റി ഒരു പുതിയ ക്യാൻസർ മരുന്നിനായി ഹെൻഗുയി ഫാർമയുമായി ഒരു എക്സിക്യൂട്ടീവ് കരാറിൽ ഒപ്പുവെച്ചു. ഗ്ലെൻമാർക്ക് $18 മില്യൺ മുൻകൂർ നൽകും. പിന്നീട് $1.09 ബില്യൺ റോയൽറ്റിയായും നൽകും. അടുത്തത് ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. അതിൻ്റെ UK അനുബന്ധ സ്ഥാപനം ക്ലൗഡ് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ സേവനങ്ങൾക്കായി TCS ബെൽജിയവുമായി 5 വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചു. അടുത്തത് കാപ്രിക്കോൺ സിസ്റ്റംസ് ഗ്ലോബൽ സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ്. കാർഷിക അരി, ഗോതമ്പ്, പയർ, മറ്റ് ഉൽപ്പന്നങ്ങൾ, കൽക്കരി, ഗ്രാനൈറ്റ് എന്നിവ വിതരണം ചെയ്യുന്നതിനുള്ള ഒരു പുതിയ ബിസിനസ് കമ്പനി ആരംഭിച്ചു. അടുത്ത് SCPC ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. 4 ഭവന പദ്ധതികൾക്കുള്ള നിർമ്മാണ സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിനായി 75.19 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. 8 മുതൽ 9 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കമ്പനി വാരി എനർജീസ് ലിമിറ്റഡ് ആണ്. അതിൻ്റെ അനുബന്ധ സ്ഥാപനമായ വാരി എനർജി സ്റ്റോറേജ് സൊല്യൂഷൻസിൽ ഒരു അവകാശ ഓഹരി ഇഷ്യൂയിലൂടെ 300 കോടി രൂപ കമ്പനി നിക്ഷേപിച്ചു. മറ്റൊരു കമ്പനി ടാറ്റ സ്റ്റീൽ. വിദേശ അനുബന്ധ സ്ഥാപനമായ TSHPയിൽ 4054.66 കോടി രൂപ കമ്പനി നിക്ഷേപിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ HFCL, RBL ബാങ്ക്, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം. ആർക്കെങ്കിലും കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ബിഗിനേഴ്സിനായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 1 മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്കിലി 2 മുതൽ 3 ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, ട്രേഡിംഗ് വ്യൂവിൽ ഉപയോഗിക്കേണ്ട വിവിധതരം ടൂൾസുകൾ, ടെക്നിക്കൽ അനാലിസിസിൽ ഉപയോഗിക്കേണ്ട വിവിധതരം ടൂൾസുകൾ, ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച്, ഇങ്ങനെ ഒരുപാട് സെഗ്മെൻറ്റുകളിലൂടെയാണ് നമ്മുടെ ക്ലാസ് കടന്നു പോകുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അടുത്തത് FIDA ആക്ടിവിറ്റിയിലേക്കാണ്. 2426 കോടി രൂപയ്ക്ക് FIS ഇന്നലെ സെല്ല് ചെയ്തു. DIs ആവട്ടെ 1212 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. ഏഷ്യൻ വിപണിയിലേക്ക് വീണ്ടും ടെക് സ്റ്റോക്കുകളിൽ US ഇടിവ് കണ്ടതോടെ ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.18% നേട്ടത്തിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.16% ഇടിവിൽ. ഹോങ്കോങ് മാർക്കറ്റ് 1.36% നേട്ടത്തിൽ. തായ്വാൻ മാർക്കറ്റ് 0.12% ഇടിവിൽ. കോസ്പി മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,064 എന്ന നിലയിൽ 55 പോയിന്റ്സ് ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 40 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 25,057 123 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് മിഡ് ക്യാപ്പ് ആയിരുന്നു. 0.98% ഇടിഞ്ഞത്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരാം. നമ്മൾ പറഞ്ഞ ഡൗൺ സൈഡിലെ ക്രൂഷ്യൽ ആയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് സോണിൽ ടച്ച് ചെയ്തിട്ട് ചെറിയ റിവേഴ്സലാണ് ഇന്നലെ നിഫ്റ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഒരു റിവേഴ്സൽ വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പക്ഷേ മറ്റൊരു കാര്യമുള്ളത്, തുടർച്ചയായിട്ട് 5 ദിവസങ്ങളായിട്ട് റെഡ് ക്യാൻഡിലുകളാണ് നിഫ്റ്റിയിൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ ഈ ഒരു സപ്പോർട്ട് സോണിൽ നിന്നും താഴെ വീഴുകയാണെങ്കിൽ പിന്നീട് വളരെ ക്രൂഷ്യലാവാൻ സാധ്യതയുള്ളത് 24,800 ലെവലിലുള്ള ഈ ഒരു സോൺ തന്നെയാണ്. ഏതായാലും നിഫ്റ്റി ഇപ്പോഴും 25,000 മുകളിലായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിഫ്റ്റി കീ മൂവിംഗ് ആവറേജുകളായിട്ടുള്ള 20, 50, 100, 200 ഡേ EMAകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ 25,000 ഹോൾഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് വളരെ ക്രൂഷ്യലാവാൻ സാധ്യതയുള്ളത് 24,800 ഡൗൺ സൈഡിൽ. അപ്സൈഡിൽ ഇനി ഒരു റിവേഴ്സൽ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് 25,200 മുതൽ 25,250 വരെയുള്ള ലെവലാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. 25,050 സ്ട്രൈക്കിൽ 189% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡ് പക്ഷേ വളരെ ശക്തമാണ്. 1334% വർധനവ്, വളരെ ശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് ബിൽഡപ്പാണത്. 25,000 സ്ട്രൈക്കിൽ 30% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. 37% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലും കാണാം. കോൾ സൈഡ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. 25,100 സ്ട്രൈക്കിൽ 35% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 319% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. അടുത്തതായി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്കാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,100, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,000 എന്ന സൈക്കോളജിക്കൽ ലെവലുമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 55,121 388 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബുധനാഴ്ച ഫോം ചെയ്ത ഗ്രീൻ ക്യാൻഡിലിന് ശേഷം ഇന്നലെ ഒരു റെഡ് ക്യാൻഡിലാണ് വീണ്ടും ഫോം ആയിരിക്കുന്നത്. ഡൗൺ സൈഡിൽ ഇനി ചെറിയൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്
54,988 ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഡൗൺ സൈഡിലെ ആ ഒരു സോൺ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് സോണിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം. അതോ ഇനി ഇവിടുന്ന് ഒരു റിവേഴ്സൽ നമുക്ക് ലഭിക്കുമോ എന്നുമാണ് നമുക്ക് വാച്ച് ചെയ്യേണ്ടത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും 1299 രൂപയ്ക്ക് 55% ഡിസ്കൗണ്ടോടുകൂടി ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യമുള്ളത്, പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.